ഹലോ സ്റ്റുഡൻസ്, ഇന്ന് മാപ്പിംഗ് ക്ലാസ്സിൻ്റെ സെക്കൻഡ് സെഷനാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഏകദേശം 4 മൗണ്ടൻസിൻ്റെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? അപ്ലാച്ചി മൗണ്ടൻസ് ഈസ്റ്റേൺ സൈഡിൽ, വെസ്റ്റേൺ സൈഡിൽ ഏതൊക്കെയായിരുന്നു? റോക്കീസ്, കാസ്കഡ ആൻഡ് ഷെയർ നവാഡ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അവിടെയുള്ള കുറച്ച് റിവേഴ്സിൻ്റെ കാര്യം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ റിവറിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ആ റിവർ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യണത്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആ റിവർ എവിടേക്കാണ് എംപ്റ്റി ചെയ്യുന്നത്, അത് ഒഴുകി പോകുന്നത്. ഓക്കെ, അപ്പോൾ മിസോറി റിവർ നോർത്ത് അമേരിക്കയിലെ ലാർജസ്റ്റ് റിവറാണ് മിസോറി റിവർ. ഒറിജിനേറ്റ് ഇൻ മോണ്ടാന, US സ്റ്റേറ്റ് ആണ് മോണ്ടാന. നിങ്ങളെപ്പോഴും മാപ്പിംഗ് ക്ലാസ് എടുക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ് അറ്റ്ലസ് വാങ്ങിച്ചിട്ട് അത് ക്ലാസ് എടുക്കുമ്പോൾ അത് ഓപ്പൺ ആക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ നോർത്ത് അമേരിക്ക എടുക്കുമ്പോൾ നോർത്ത് അമേരിക്കയുടെ ഫിസിക്കൽ മാപ്പ് എടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ US സ്റ്റേറ്റായ മോണ്ടാനയിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മിസിസിപ്പി റിവറിനായിട്ട് മെർജ് ചെയ്യുന്നുണ്ട്. ആണ് മെർജ് ചെയ്യുന്നത്. ഓക്കെ, മിസോറി റിവർ. ദെൻ റിയോ ഗ്രാൻഡെ എന്ന് പറയുമ്പോൾ മെക്സിക്കോയും US തമ്മിലുള്ള നാച്ചുറൽ ബോർഡർ, അതായത് മെക്സിക്കോയുടെയും US-ൻ്റെയും ബോർഡറിലായിട്ടാണ് റിയോ ഗ്രാൻഡെ എന്ന് പറഞ്ഞ റിവർ ഉള്ളത്. എംപ്റ്റീസ് ടു ഗൾഫ് ഓഫ് മെക്സിക്കോ. ഓക്കെ, ഗൾഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ ഒരു ഓഷ്യൻ ഒരു ലാൻഡ് ഏരിയയുടെ അടുത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ഓഷ്യനിലെ ഒരു പാർട്ട് ലാൻഡ് ഏരിയയുടെ ചുറ്റുമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സീ എന്ന് വിളിക്കും. ഓക്കെ, ഒരു വലിയ വാട്ടർ ബോഡി തന്നെയാണ് സീ. ഓക്കെ, ഇനി ഈ സീ ഉള്ളിലേക്ക് കാർവ് ഔട്ട് ആയി വരുന്നുണ്ടെന്ന് വിചാരിക്കുക, ഒരു ലാൻഡിൻ്റെ ഉള്ളിൽ കാർവ് ഔട്ട് ചെയ്ത് അവിടെ വേറൊരു വാട്ടർ ബോഡി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഗൾഫ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, സോ ഗൾഫ് ഓഫ് മെക്സിക്കോയിലേക്കാണ് ഏത് പോകുന്നത്? റിയോ ഗ്രാൻഡെ പോകുന്നത്. നാച്ചുറൽ ബോർഡർ ബിറ്റ്വീൻ മെക്സിക്കോ ആൻഡ് US, എംപ്റ്റീസ് ടു ഗൾഫ് ഓഫ് മെക്സിക്കോ. ദെൻ കൊളറാഡോ റിവർ എംപ്റ്റീസ് ടു ഗൾഫ് ഓഫ് കാലിഫോർണിയ. ഓക്കെ, ഗൾഫ് ഓഫ് കാലിഫോർണിയനെ വിളിക്കുന്ന വേറൊരു പേരാണ് സീ ഓഫ് കോർട്ടസ്. US-ലൂടെയും മെക്സിക്കോയിലൂടെയും പാസ് ചെയ്യുന്ന റിവറാണ് കൊളറാഡോ റിവർ. ഓക്കെ, അപ്പോൾ കൊളറാഡോ റിവർ എവിടേക്കാണ് ഒഴുകി പോകുന്നത്? ഗൾഫ് ഓഫ് ഡ്രെയിൻസ് ടു ഗൾഫ് ഓഫ് കാലിഫോർണിയ. റിയോ ഗ്രാൻഡെ ഏത് വാട്ടർ ബോഡിയിലേക്കാണ് ഒഴുകി പോകുന്നത്? ഗൾഫ് ഓഫ് മെക്സിക്കോ. ഞാനത് കാണിച്ചു തരാം. ഗൾഫ് ഓഫ് കാലിഫോർണിയ, ഗൾഫ് ഓഫ് മെക്സിക്കോ, രണ്ടും എവിടെയാണ്? ഓക്കെ, സോറി. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൾഫ് ഓഫ് മെക്സിക്കോ. ഓക്കെ, ഇതാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ. അതുപോലെ ഗൾഫ് ഓഫ് കാലിഫോർണിയയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഈ രണ്ട് ഗൾഫ്. ഈ ഒരു പിക്ചർ എല്ലാവർക്കും പരിചിതമാവും. ഗ്രാൻഡ് കാനിയോൺ, നോർത്തേൺ അരിസോണ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഓക്കെ, ഈ ഗ്രാൻഡ് കാനിയോൺ എങ്ങനെയാണ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊളറാഡോ റിവറിന്റെ ഇറോഷൻ കാരണം, ഒഴുകി മില്യൺസ് ഓഫ് ഇയേഴ്സ് കാരണം റോക്സ് ഒക്കെ അങ്ങനെ പൊടിഞ്ഞു പോകും. ഓക്കെ, ആ പോണ വഴി കാർവ് ഔട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഇറോഷൻ സംഭവിച്ചിട്ടാണ് ഗ്രാൻഡ് കാനിയോൺ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഫോർമേഷൻ ഓഫ് ഗ്രാൻഡ് കാനിയോൺ എന്ന് പറയുമ്പോൾ കൊളറാഡോ റിവർ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, ഫോർമഡ് ബൈ ദ ഇറോഷൻ ഓഫ് കൊളറാഡോ റിവർ. ഓക്കെ, ഇനി ഫോർ ഡെസേർട്ട് ഇൻ ദ റെയിൻ ഷാഡോ റീജിയൺ ഓഫ് നോർത്ത് അമേരിക്ക. ഈ റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഇവിടെ ഒരു ഹ്യൂജ് മൗണ്ടൻ റേഞ്ച് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു വാട്ടർ ബോഡി. ഓക്കെ, ഇവിടെ ഒരു വാട്ടർ ബോഡി. അപ്പോൾ എന്താ ഉണ്ടാവുക? സൺലൈറ്റ് വന്ന് അടിക്കും അല്ലേ, ഇൻസുലേഷൻ ഉണ്ടാവും. ദെൻ ഇവാപറേഷൻ വഴി ക്ലൗഡ്സ് ഒക്കെ ഫോം ചെയ്യും അല്ലേ. ഈ ക്ലൗഡ്സ് ഫോം ചെയ്ത് ഈ മൗണ്ടൈൻ്റെ അപ്പുറത്തേക്ക് പോവാതെ ആവും. അതായത് മൗണ്ടൈൻ്റെ അപ്പുറത്തേക്ക് പോവാതെ ഈ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ തങ്ങി നിൽക്കും. ഓക്കെ, അപ്പൊ ഈ റീജിയനാണ് റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയാ. ഓക്കെ, ഇപ്പൊ ഇവിടെ ക്ലൗഡ്സ് ഉള്ളതുകൊണ്ട് ഇവിടെ പ്രിസിപ്പിറ്റേഷൻ സംഭവിക്കും അല്ലെ, അവിടെ മഴ പെയ്യും. പക്ഷെ ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല? റെയിൻഫാൾ ഉണ്ടാവില്ല. ഓക്കെ, ഞാനിപ്പോ ഈ വരച്ച് കാണിക്കണതൊക്കെ നിങ്ങൾ ഒരു നോട്ടിൽ വരച്ച് വെച്ചോ, നിങ്ങളുടെ രീതിയിൽ തന്നെ വൃത്തിയിൽ വരച്ച് വെച്ചോ, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, റെയിൻ ഷാഡോ റീജിയൻ നമ്മൾ ജോഗ്രഫിയിൽ ക്ലൈമറ്റോളജിയിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ,
അതുപോലെ ജോഗ്രഫി ഓപ്ഷണൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ DM ചെയ്താൽ മതി. ഞാൻ ഇപ്പൊ 2 പേര് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു കുറഞ്ഞത് ഒരു 5 പേരെങ്കിലും ആയി കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ജോഗ്രഫി ഓപ്ഷണലിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ കുറെ ഡയഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വരച്ച് ആൻസർ റൈറ്റിംഗിൽ എഴുതി നിറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ വേറെ ഫോർ എക്സാമ്പിൾ മലയാളം, സോഷ്യോളജി, പബയുടെ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതി തന്നെ ഉണ്ടാക്കണം. പക്ഷെ ഇതിൽ നമുക്ക് കുറെ ഡയഗ്രാം ഉണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അതൊക്കെ നല്ലൊരു ഐഡിയയിൽ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ജോഗ്രഫി ഓപ്ഷണൽ വളരെ സുഖമാണ്. ഓക്കെ, കുറെ പഠിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലാതും പക്ഷെ മനസ്സിലാക്കി എടുക്കാൻ സുഖമായിരിക്കും. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പൊ റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതിന് വേറൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, ഇപ്പോൾ കേരളം ഇങ്ങനെ ഇന്ത്യയുടെ ഈ ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് കന്യാകുമാരി എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. വെസ്റ്റേൺ ഗട്ട്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾട്ടിങ് വഴിയാണ്. ഓക്കെ, ഇപ്പോൾ ഇതൊരു പ്ലേറ്റ്. ഓക്കെ, അതൊരു പ്ലേറ്റ്, അതിൽ ഒരു സൈഡ് ഫോൾട്ടിങ് സംഭവിച്ച് നമുക്ക് അടിയിലേക്ക് പോകും. അടിയിലേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുക? അടിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയായി മാറും അല്ലേ, ഇങ്ങനെയായി മാറും. ഫോൾട്ടിങ് സംഭവിച്ച് ഇങ്ങനെയായി മാറും. അപ്പോൾ ഇതൊരു മൗണ്ടൻ റേഞ്ച് പോലെ നിൽക്കും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ക്ലൗഡ്സ് ഒക്കെ ഈ ഒരു റീജിയനിൽ തന്നെ തങ്ങി നിൽക്കും, അപ്പുറത്തേക്ക് പോവില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിൽ കുറച്ച് റീജിയനിൽ മഴയുടെ കുറവുള്ളത് ഈ ഒരു റെയിൻ ഷാഡോ റീജിയനിലായതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ റെയിൻ ഷാഡോ റീജിയൻ എന്താന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫോർ ഡെസേർട്ട് ഇൻ റെയിൻ ഷാഡോ റീജിയൻ. ഓക്കെ, ഈ റെയിൻ ഷാഡോ റീജിയനിൽ ഡെസേർട്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 ഡെസേർട്ട് എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. ഹിഹുഹാൻ ഡെസേർട്ട്, ഓക്കെ, US-ലും മെക്സിക്കോയിലും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഡെസേർട്ടാണ്. ഗ്രേറ്റ് ബേസിൻ ഡെസേർട്ട് US-ലാണ്. സൊനോറൻ ഡെസേർട്ട് US മെക്സിക്കോയില്. പിന്നെ മൊജാവെ ഡെസേർട്ട് US-ല്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയുള്ള ഡെസേർട്ടൊക്കെ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. ലേക്സ് ഓഫ് നോർത്ത് അമേരിക്ക. ഓക്കെ, ഗ്രേറ്റ് ലേക്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഗ്രേറ്റ് ലേക്സ് കേട്ടിട്ടുണ്ടാവും. അതൊക്കെയാണ് ഇത്. ഓക്കെ, 1 2 3 4 5 5 ഗ്രേറ്റ് ലേക്സ് ഉണ്ട്. ഞാനിവിടെ 4 എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ഏതൊക്കെയാണ്? ലേക്ക് സുപ്പീരിയർ, ലേക്ക് മിഷിഗൺ, ലേക്ക് ഹൂറോൺ, ലേക്ക് എറി. ലേക്ക് സുപ്പീരിയർ. ഓക്കെ, 5 ഉണ്ട് കേട്ടോ. ഒണ്ടാരിയോ കൂടി ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ലേക്ക് സുപ്പീരിയർ, ലേക്ക് മിഷിഗൺ, ലേക്ക് ഹൂറോൺ, ലേക്ക് എറി ആൻഡ് ലേക്ക് ഒണ്ടാരിയോ. ഓക്കെ, ഇതാണ് ഗ്രേറ്റ് ലേക്സ് ഓഫ് നോർത്ത് അമേരിക്ക. ലേക്ക് മിഷിഗൺ ആണ് US-ൽ മാത്രമായിട്ടുള്ള ഗ്രേറ്റ് ലേക്ക്. ഓക്കെ, ബാക്കി US-ലും മെക്സിക്കോയിലായിട്ട് സ്പ്രെഡ് ആയി കിടക്കുന്നതാണ്. US-ൽ മാത്രമായിട്ടുള്ള ഗ്രേറ്റ് ലേക്ക് എന്ന് പറയുന്നത് ഏതാണ്? ലേക്ക് മിഷിഗൺ ആണ്. ലേക്ക് ഹൂറോണും ലേക്ക് എറിയും. ഓക്കെ, ലേക്ക് ഹൂറോണും ലേക്ക് എറിയും കണ്ടില്ലേ, 2 ലേക്കാണ്. ലേക്ക് ഹൂറോണും ലേക്ക് എറിയും. ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടുള്ളത് നയാഗ്ര റിവർ വഴിയാണ്. നയാഗ്ര അല്ലെ, നയാഗ്ര നമുക്ക് അറിയുന്നുണ്ടാവും, നയാഗ്ര വെള്ളച്ചാട്ടമൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ. അപ്പൊ നയാഗ്ര റിവർ വഴിയാണ് ലേക്ക് ഹൂറോണും ലേക്ക് എറിയും കണക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു ലേക്കും റിവറും തമ്മിലുള്ള വ്യത്യാസം. റിവർ എന്ന് പറയുമ്പോൾ അതിനൊരു മോഷൻ ഉണ്ടാവും അല്ലെ, അതിനൊരു മോഷൻ ഉണ്ടാവും, അത് ഇടയ്ക്കെല്ലാം ഒഴുകി പോകുന്നുണ്ടാവും. പക്ഷെ ലേക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അത് മോഷൻ ഇല്ലാത്ത ഒരു സ്റ്റിൽ ഒരു ബോഡി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ലേക്ക് സുപ്പീരിയറിനെ കുറിച്ച് നോക്കാം. ലേക്ക് സുപ്പീരിയർ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കാണ്. ഓക്കെ, വേൾഡിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ലൊക്കേറ്റഡ് ഇൻ ദ ബോർഡർ ബിറ്റ്വീൻ US-ഉം കാനഡയും തമ്മിലുള്ള ബോർഡറിലാണ് ആരുള്ളത്? ലേക്ക് സുപ്പീരിയർ ഉള്ളത്. ഡ്രെയിൻസ് ഇൻ ടു സെന്റ് മേരീസ് റിവർ ഫ്ലോയിങ് ഇൻ ടു ലേക്ക് ഹൂറോൺ. ഓക്കെ, സെന്റ് മേരീസ് റിവർ വഴി ലേക്ക് ഹൂറോണിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് അത് ഇതിലെല്ലാം കാണാൻ പറ്റും, കണ്ടില്ലേ? ലേക്ക് സുപ്പീരിയർ സെന്റ് മേരീസ് റിവർ വഴി എവിടേക്കാണ് പോകുന്നത്? ലേക്ക് ഹൂറോണിക്കാണ് പോകുന്നത്. ഇനി ലേക്ക് മിഷിഗനും ലേക്ക് ഹൂറോണും ഇത് തമ്മിലൊരു സ്ട്രെയിറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് സ്ട്രെയിറ്റ്? ഓക്കെ, ലേക്ക് ഹൂറോണും
ലേക്ക് മിഷിഗനും അല്ലേ, ലേക്ക് മിഷിഗനും ലേക്ക് ഹൂറോണും തമ്മിലൊരു സ്ട്രൈറ്റ് ഉണ്ട്. ആ സ്ട്രൈറ്റിന്റെ പേരാണ് സ്ട്രൈറ്റ് ഓഫ് മാക്കിനാക്ക്. അപ്പൊ എന്താണ് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞുതരാം. ഒരു രണ്ട് വാട്ടർ ബോഡി കണക്ട് ചെയ്യണ നാരോ പാസേജ് ഓഫ് വാട്ടർ, അതിനെയാണ് നമ്മൾ സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് വാട്ടർ ബോഡി, ചെറിയൊരു വാട്ടർ പാസേജ്, ഒരു നാരോ പാസേജ് ഓഫ് വാട്ടർ അല്ലേ, അതിനെയാണ്, അത് രണ്ട് വലിയ വാട്ടർ ബോഡിനെ കണക്ട് ചെയ്യണ ഈ ചെറിയൊരു നാരോ പാസേജ് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലേക്ക് മിഷിഗൻ വലിയൊരു വാട്ടർ ബോഡിയാണ് അല്ലേ, ലേക്ക് ഹൂറോണും അല്ലേ, ഇത് രണ്ടും കണക്ട് ചെയ്യണത് ഈ ഒരു സ്ട്രൈറ്റ് വഴിയാണ്. ആകെ ഇത്രയ്ക്കേ ഉള്ളൂ, ആ ഒരു സ്ട്രൈറ്റ് വഴിയാണ്. ആ സ്ട്രൈറ്റിന്റെ പേരാണ് സ്ട്രൈറ്റ് ഓഫ് മാക്കിനാക്ക്. ഓക്കെ, സ്ട്രൈറ്റ് ഓഫ് മാക്കിനാക്ക്. അപ്പൊ നമ്മള് എന്തിട്ടാ പറഞ്ഞത്, ഇപ്പൊ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? ഗ്രേറ്റ് ലേക്സ് ഏതൊക്കെയാണ്? ലേക്ക് സുപ്പീരിയർ, ലേക്ക് ഹൂറോൺ, ലേക്ക് മിഷിഗൻ, ലേക്ക് എറി ആൻഡ് ലേക്ക് ഒണ്ടാരിയോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കാം. ഗ്രേറ്റ് ലേക്സ് ഒക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ട്രൈറ്റ് ഓഫ് മാക്കിനാക്ക് നോക്കി വെക്കുക. ഓക്കെ, ഇനി ഗൾഫ്സ് ഓഫ് നോർത്ത് അമേരിക്കയിലുള്ള ഗൾഫ് ഏതൊക്കെയാണ്? ഓൾറെഡി പറഞ്ഞു, ഗൾഫ് ഓഫ് മെക്സിക്കോ. ഗൾഫ് ഓഫ് മെക്സിക്കോയും അറ്റ്ലാന്റിക് ഓഷനും തമ്മിൽ. ഓക്കെ, ഇവിടെ അറ്റ്ലാന്റിക് ഓഷൻ നമുക്കിവിടെ കാണാം. ഈ സൈഡ് ഫുള്ള് അറ്റ്ലാന്റിക് ഓഷനാണ്. ഓക്കെ, സൈഡ് ഫുള്ള് അറ്റ്ലാന്റിക് ഓഷനാണ്. അപ്പോൾ അറ്റ്ലാന്റിക് ഓഷനും ഈ ഗൾഫ് ഓഫ് മെക്സിക്കോയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ആണ് ഈ ഒരു പോർഷൻ. അപ്പോൾ ആ സ്ട്രൈറ്റിന്റെ പേരാണ് സ്ട്രൈറ്റ് ഓഫ് ഫ്ലോറിഡ അല്ലെങ്കിൽ ഫ്ലോറിഡ സ്ട്രൈറ്റ്. അപ്പോൾ ഏതൊക്കെയാണ്? ഗൾഫ് ഓഫ് മെക്സിക്കോയും അറ്റ്ലാന്റിക് ഓഷനും കണക്ട് ചെയ്യണ സ്ട്രൈറ്റ്, ആ സ്ട്രൈറ്റ് ആണ് ഏത്? സ്ട്രൈറ്റ് ഓഫ് ഫ്ലോറിഡ. ഓക്കെ, ഷെയർസ് ബോർഡേഴ്സ് ബിറ്റ്വീൻ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വാട്ടർ ബോഡി അല്ലെങ്കിൽ ഒരു ലേക്ക്, അത് എവിടേക്കാണ്, അതൊക്കെയാണ് നമ്മൾ അതിൻ്റെ ബോർഡറിങ് കൺട്രീസ് ഒക്കെ നമ്മൾ ഇപ്പോഴും നോക്കി വെക്കണം. അപ്പോൾ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുമ്പോൾ US, മെക്സിക്കോ എന്തായാലും പെടും. ദെൻ ക്യൂബ. ഓക്കെ, US, മെക്സിക്കോ, ക്യൂബ, ഈ 3 രാജ്യങ്ങളായിട്ടാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ ബോർഡർ ഷെയർ ചെയ്യുന്നത്. ബൗണ്ടറി കൺട്രീസ്. ഓക്കെ, അപ്പോൾ ഗൾഫ് ഓഫ് മെക്സിക്കോ ഏതൊക്കെ രാജ്യങ്ങളായിട്ടാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ US, മെക്സിക്കോ ആൻഡ് ക്യൂബ. ഓക്കെ, റിയോ ഗ്രാൻഡെ മിസിസിപ്പി റിവർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗൾഫ് ഓഫ് മെക്സിക്കോയിലേക്കാണ് റിയോ ഗ്രാൻഡയും അതുപോലെ മിസിസിപ്പി റിവറും ഒഴുകി പോകുന്നത്. ഓക്കെ, റിയോ ഗ്രാൻഡെ ആൻഡ് മിസിസിപ്പി റിവർ ഡ്രെയിൻസ് ഓർ എംപ്റ്റീസ് ഇൻടു ഗൾഫ് ഓഫ് മെക്സിക്കോ. ഇനി വേറൊരു ഗൾഫ് ഉണ്ട് ഇവിടെ, ഗൾഫ് ഓഫ് അലസ്ക. അലസ്ക എന്ന് പറയുന്നത് എന്തിന്റെ പാർട്ടാണ്? USA പാർട്ടാണ്. ഓക്കെ, എക്സ്റ്റെൻഡഡ് ഫ്രം കോഡിയാക് ഐലാൻഡ് ആൻഡ് അലക്സാണ്ടർ ആർക്കിപ്ലാഗോ. ആർക്കിപ്ലാഗോ എന്ന് പറയുമ്പോൾ ഒരു ദ്വീപ സമൂഹം, അതിനാണ് ആർക്കിപ്ലാഗോ എന്ന് പറയുന്നത്. അപ്പോൾ കോഡിയാക് ഐലാൻഡ് മുതൽ അലക്സാണ്ടർ ആർക്കിപ്ലാഗോ വരെയുള്ള ആ ഒരു റീജിയനെയാണ് ഗൾഫ് ഓഫ് അലസ്ക എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകാത്തത്. ഗൾഫ് ഓഫ് കാലിഫോർണിയന്റെ ആൾട്ടർനേറ്റ് നെയിംസ് ആണ് സീ ഓഫ് കോർട്ടസ്, വെർമിലിയൺ സീ. അതൊന്നും നോക്കേണ്ട കാര്യമില്ല, ഒരുപാട് പേര് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടും. ഗൾഫ് ഓഫ് കാലിഫോർണിയയിലേക്ക് ഒഴുകി പോകുന്ന റിവേഴ്സ് ആണ് ഫ്യൂർട്ടെ, സിനോല, സൊണോവ, മായോ. ഇതും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് എഴുതി വെച്ചേന്നുള്ളൂ. ഓക്കെ, ഐലാൻഡ്സ്, നമുക്ക് അവിടെ ഐലാൻഡ്സ്, ഹവായിയൻ ഐലാൻഡ് കാണാൻ പറ്റും. ഓക്കെ, ഹവായിയൻ ഐലാൻഡ് എന്ന് പറയുമ്പോൾ 8 മേജർ വോൾക്കാനിക് ഐലാൻഡ് ഉണ്ട് അതിൽ. ഓക്കെ, 8 മേജർ വോൾക്കാനിക് ഐലാൻഡ്. ഡിസ്കവേർഡ് ബൈ ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ഇൻ 1778. സാൻഡ്വിച്ച് ഐലാൻഡ്സ് എന്ന് പറയും. ടോളസ്റ്റ് മൗണ്ടൻ മൗന കിയ, ഇത് ഓർത്ത് വെക്കണം. ഓക്കെ, മൗന കിയ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം മൗന കിയ ഏറ്റവും വലിയ മൗണ്ടെയിൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗന കിയ ആണ്. ഓക്കെ, അത് ബേസ്മെന്റിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ടോളസ്റ്റ് മൗണ്ടെയിൻ എന്ന് പറയുന്നത് മൗന കിയ ആണ്. ഓക്കെ, അത് സീ ലെവലിൽ നിന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ടോളസ്റ്റ് പീക്കായി വരുന്നത്. ഓക്കെ, ഇപ്പോൾ മൗണ്ട് എവറസ്റ്റ് ഏകദേശം 8 കിലോമീറ്റർ ആണ് വരുന്നത്. ഇത് മോർ ദാൻ 10 കിലോമീറ്റർ ഉണ്ട് ബേസിൽ നോക്കുമ്പോൾ.
ഓക്കെ, ബേസിൽ നോക്കുമ്പോൾ ഇത് ഓഷ്യനിലാണ് ഉള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഓഷ്യനിൽ നിന്ന് ആ ഒരു ബേസിൽ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് മോർ ദാൻ 10 കിലോമീറ്റർ ഉണ്ട് മൗനാ കിയയ്ക്ക്. പക്ഷെ സീ ലെവലിൽ നോക്കുമ്പോൾ മൗണ്ട് എവറസ്റ്റിനെക്കാളും ചെറുതാണ് ഇത് മൗനാ കിയ. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു സമ്മറി പോലെ നോർത്ത് അമേരിക്ക ഫുള്ളായിട്ട് പോവാം, ഒന്ന് ഓടിച്ചു പോവാം. ഓക്കെ, നമ്മൾ പറഞ്ഞു നോർത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, സൗത്ത് അമേരിക്ക അല്ലേ. അപ്പോൾ ഏതൊക്കെ കൺട്രീസ് എവിടേക്കാണ് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൗണ്ടെയിൻ റേഞ്ചസ് നോക്കി ഏതൊക്കെയാണ്. നോർത്ത് അമേരിക്ക നോക്കുമ്പോൾ മൗണ്ടെയിൻസ്, അതുപോലെ ആ ഗ്രേറ്റ് ലേക്സ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഗൾഫും അവിടെയുള്ള സ്ട്രൈറ്റുകൾ, ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ നോക്കി വെക്കണത്. ഏതൊക്കെ മൗണ്ടെയിൻസ് ഉള്ളത്? റോക്കി മൗണ്ടെയിൻസ്, സേറ നെവാഡ, കാസ്കാഡെ മൗണ്ടെയിൻ റേഞ്ച്, അപ്പലാച്ചിയൻ മൗണ്ടെയിൻസ് അല്ലേ. ഈ 4 മൗണ്ടെയിൻ റേഞ്ചസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഫോം ചെയ്തു അല്ലേ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി നോക്കി. ഈ എക്സ്റ്റെൻഡ് ചെയ്യണതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, എന്നാലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ നോക്കി വെച്ചോ. ഓക്കെ, പക്ഷെ ഫോർമേഷൻ എന്തായാലും നോക്കണം. ഏതൊക്കെ ടെക്ടോണിക് പ്ലേറ്റ് കൂട്ടിയിടിച്ചിട്ടാണ്, ഫയർലോൺ പ്ലേറ്റും അതുപോലെ നോർത്ത് അമേരിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ് ഏതുണ്ടായത്, റോക്കി മൗണ്ടെയിൻസ് ഉണ്ടായത് അല്ലേ. അതുപോലെ സേറ നെവാഡയും ഇതേ ഫയർലോൺ പ്ലേറ്റും അതുപോലെ നോർത്ത് അമേരിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ് സേറ നെവാഡ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഏത് എറയിലാണ് ഫോം ചെയ്തത്, എത്രത്തോളം പഴക്കമുണ്ടെന്നും നോക്കി വെക്കണത് നല്ലതായിരിക്കും. പിന്നെ ഈ ലേക്സ് ഒന്നും അധികം ഇമ്പോർട്ടൻ്റ് അല്ല, അവിടെയുള്ള ലേക്സിന് അധികം ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ കാസ്കാഡെ മൗണ്ടെയിൻ റേഞ്ച് ഏതൊക്കെ പ്ലേറ്റ് കൂട്ടിയിടിച്ചിട്ടാണ് ഉണ്ടായത്? ജുവാൻ ഡെ ഫുക്ക പ്ലേറ്റും നോർത്ത് അമേരിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ് കാസ്കാഡെ മൗണ്ടെയിൻ റേഞ്ച് ഉണ്ടായത്. കാസ്കാഡെ വോൾക്കാനിക് ആർക്ക് ഉണ്ട് അവിടെ, അത് പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ പാർട്ടാണ് അല്ലേ. അതും നോക്കി വെക്കാം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഹയസ്റ്റ് പീക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. അതുപോലെ അപ്പലാച്ചിയൻ മൗണ്ടെയിൻസ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റും ആഫ്രിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ് അപ്പലാച്ചിയൻ മൗണ്ടെയിൻസ് ഉണ്ടായത്. അത് പാൻജിയ എന്ന് പറഞ്ഞാൽ സൂപ്പർ കോണ്ടിനെന്റ് ഫോം ചെയ്യുന്ന സമയത്ത് നോർത്ത് അമേരിക്കൻ പ്ലേറ്റും ആഫ്രിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ് അപ്പലാച്ചിയൻ മൗണ്ടെയിൻസ് ഫോം ചെയ്തത്. പിന്നെ ഈ ഒരു റീജിയൺ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ബ്ലൂ റിഡ്ജ് മൗണ്ടെയിൻ, ഇപ്പോൾ ഗ്രേറ്റ് സ്മോക്കി മൗണ്ടെയിൻ, അത് മൗണ്ടെയിൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഗ്രേറ്റ് പ്ലെയിൻസ് US-ഉം കാനഡയിലായിട്ട് നിൽക്കുന്നതാണ്, അതും അധികം ഇമ്പോർട്ടൻ്റ് അല്ല, അതൊന്നും ഞാൻ പറഞ്ഞു പോവാൻ. ഓക്കെ, പിന്നെ മിസോറി റിവർ, റിയോ ഗ്രാൻഡെ, കൊളറാഡോ റിവർ. ഓക്കെ, ഗ്രാൻഡ് കാനിയോൺ എവിടെയാണെന്ന് നോക്കാം. നോർത്ത് അരിസോണ, US. അത് കൊളറാഡോ റിവർ ആണ് ഗ്രാൻഡ് കാനിയോൺ ഫോം ചെയ്യാനുള്ള കാരണം. ഇറോഷൻ സംഭവിച്ചിട്ടാണ്, കൊളറാഡോ റിവറിന് ഇറോഷൻ സംഭവിച്ചിട്ടാണ്. പിന്നെ റെയിൻ ഷാഡോ റീജിയൻ എന്താന്ന് പറഞ്ഞു, അവിടെയുള്ള ഡെസേർട്ട്. ഓക്കെ, ഡെസേർട്ട് ഒന്നും നോക്കേണ്ട കാര്യമില്ല, റെയിൻ ഷാഡോ റീജിയൻ എന്താണെന്ന് മനസ്സിലാക്കിയില്ലേ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലേക്ക് സുപ്പീരിയർ, ലേക്ക് മിഷിഗൻ, ലേക്ക് ഹൂറോൺ, ലേക്ക് എറി അല്ലേ. അപ്പോൾ അതിൻ്റെ കണക്ഷനും ഈ ഒരു മാക്കിനാക്ക് സ്ട്രെയിറ്റ് അല്ലേ, ലേക്ക് മിഷിഗനും ലേക്ക് ഹൂറോണും തമ്മിൽ കണക്ട് ചെയ്യണ മാക്കിനാക്ക് സ്ട്രെയിറ്റ്. അതുപോലെ ലേക്ക് സുപ്പീരിയർ എവിടേക്കാണ് പോകുന്നത്? ലേക്ക് ഹൂറോണിക്കാണ് പോകുന്നത്. അത് നമ്മൾ പറഞ്ഞു. അത് ഓക്കെ, സെന്റ് മാരീസ് റിവർ വഴിയാണ് ഈ ഒരു ലേക്ക് സുപ്പീരിയർ ലേക്ക് ഹൂറോണിക്ക് പോകുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്നും നോക്കി വെക്കുക. ദെൻ ഗൾഫ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഗൾഫ് ഓഫ് മെക്സിക്കോ പെടും. ഗൾഫ് ഓഫ് മെക്സിക്കോയും അറ്റ്ലാന്റിക് ഓഷനും കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ആണ് സ്ട്രൈറ്റ് ഓഫ് ഫ്ലോറിഡ. ഓക്കെ, സ്ട്രൈറ്റ് ഓഫ് ഫ്ലോറിഡ, അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഗൾഫ് ഓഫ് മെക്സിക്കോ ഷെയർസ് ബോർഡേഴ്സ് വിത്ത് US, മെക്സിക്കോ ആൻഡ് ക്യൂബ. ഓക്കെ, പിന്നെ റിയോ ഗ്രാൻഡെ മിസിസിപ്പി റിവർ ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്കാണ് എംപ്റ്റി ചെയ്യുന്നു പോകുന്നത്. ഇനി ഗൾഫ് ഓഫ് അലസ്ക പറഞ്ഞു, ഗൾഫ് ഓഫ് കാലിഫോർണിയ പറഞ്ഞു. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് വെറുതെ എഴുതി വെച്ചെന്നുള്ളൂ. ഹവായിൻ ഐലാൻഡ്, 8 മേജർ വോൾക്കാനിക് ഐലാൻഡ് ഉണ്ടെന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. പിന്നെ മൗനാ കിയ അവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളതെന്നും നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പം നോർത്ത് അമേരിക്ക പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. സൗത്ത് അമേരിക്കയും അധികം ഒന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ടാവുക യൂറോപ്പ്, അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ തന്നെ നമ്മൾ 3ആയിട്ടാണ് പഠിക്കുന്നത്, കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഏഷ്യ പറയുമ്പോൾ സെൻട്രൽ ഏഷ്യ നമുക്ക് പഠിക്കണം, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതുപോലെ
സൗത്ത് നമ്മുടെ ഇന്ത്യ ആ ഒരു റീജിയൻ പഠിക്കണം, മിഡിൽ ഈസ്റ്റ് വേറെ പാർട്ടായിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ യൂറോപ്പും അത്യാവശ്യമുണ്ട്, ആഫ്രിക്കയും അത്യാവശ്യം നമുക്ക് പഠിക്കാണ്ട്. ആഫ്രിക്കയിൽ ഒരു കുറേ കൺട്രീസ് ഉള്ളതുകൊണ്ട് തന്നെ അതും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂടെ നോർത്ത് അമേരിക്ക കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ സൗത്ത് അമേരിക്ക. ഓരോ ഇതും 2 പാർട്ടായിട്ടായിരിക്കും എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, എന്തായാലും മാപ്പിംഗ് ക്ലാസ് ഒരു 10 ക്ലാസ് മതി. മാപ്പിംഗ് ഞാൻ എടുത്ത് തീർക്കും. ഓക്കെ, സോ താങ്ക് യു.